എല്ലാവരും ഒരിക്കൽ കൂടി ഷാലോം ടിവിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോൺ കണ്ടങ്കേരി അച്ഛൻ്റെ വിശേഷങ്ങളും അനുഭവങ്ങളും ഗാനങ്ങളിലൂടെയാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജോണച്ച ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടിവിയുടെ ഫ്ലോറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് ഓർക്കുന്നുണ്ടോ? അച്ഛൻ്റെ കന്നഡ വിശേഷങ്ങളാണ്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും ഇപ്പം നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അച്ഛൻ്റെ ഒരു കന്നഡ ഗാനം ഏത് പാട്ടാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക? ഒരു കുർബാന സ്വീകരണത്തിൻ്റെ ഒരു പാട്ടാണ്. അപ്പം അതിൻ്റെ 4 ലൈൻ ഞാൻ പാടാം. 4 വരി പാടിയിട്ട് നമുക്ക് പറയാം. ಪಾವದ ಕಡಲು ಕಿಹರಿವುದು ದೇವನೇ, ನಿನ್ನ ನೆನೆದರೆ ಸಿಹಿ ಸ್ನೇಹದ ಸವಿರಾಗ ಕೊಳೆವುದು ಕ್ರಿಸ್ತನೇ, ನಿನ್ನ ಸವಿದರೆ. ಪಾವದ ಕಡಲು ಕಿಹರಿವುದು ದೇವನೇ, ನಿನ್ನ ನೆನೆದರೆ ಸಿಹಿ ಸ್ನೇಹದ ಸವಿರಾಗ ಕೊಳೆವುದು ಕ್ರಿಸ್ತನೇ, ನಿನ್ನ ಸವಿದರೆ. മനോഹരമായിരിക്കുന്ന വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ. കന്നഡ ഞാൻ പഴയൊരു നൊസ്റ്റി പറയുന്ന പോലെ പണ്ട് ധർമാരാമിലൊക്കെ ആയിരുന്നപ്പോൾ അച്ഛൻ്റെ കന്നഡ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓർക്കസ്ട്രയൊക്കെ വരാൻ നേരത്ത് ചില പാട്ട് നല്ല മെലഡിയൊക്കെ നിന്തലേ ചില പാട്ടുകളൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നല്ല രസമായിട്ട് അച്ഛൻ പാടുമായിരുന്നു. ഇപ്പോഴും കേട്ടപ്പോൾ ഒരു സന്തോഷം. പ്രത്യേകിച്ച് അച്ഛൻ്റെ ധർമാരാമിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ കൊയർ മാസ്റ്ററൊക്കെ ആയിരുന്ന സമയത്തുള്ള അച്ഛൻ്റെ ശുശ്രൂഷകൾ വളരെ വളരെ വലുത്. ആ സമയത്ത് ഓർക്കാൻ പറ്റും എന്തെങ്കിലും ഒരു പ്രത്യേക ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? കൊയർ മാസ്റ്റർ സമയത്ത് നല്ല നല്ല ഓർമ്മകളായിരുന്നു എല്ലാം തന്നെ. ധർമാരാമാണല്ലോ നമ്മളെ ഒത്തിരി വളർത്തിയത്. അപ്പം ഒന്നും അല്ലാത്ത നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കി തീർന്നെങ്കിലും ധർമാരാമിൻ്റെ പങ്ക് വളരെ വലുതാണ്. അല്പമെങ്കിലും മ്യൂസിക്കിനോട് താല്പര്യമുള്ളവർ, സ്റ്റേജിൽ കയറണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ അങ്ങനെ കയറ്റാനായിട്ട് സാധിച്ചു. സാധാരണ നമ്മൾ അവസരം കൊടുത്തു. അങ്ങനെ ഒരു 120ഓളം പേര് ആ വർഷം സ്റ്റേജിൽ കയറി ഇറങ്ങിപ്പോയി. അതായത് കോറസ് പാടാനും അങ്ങനെ കീബോർഡ് ഇൻസ്ട്രുമെൻറ്റിൻ്റെയൊക്കെ സൈഡിൽ നിൽക്കാനായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസരം കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ടുള്ളത്, ഞാനത് പലയിടത്തും ചിലപ്പം ധ്യാനങ്ങളിൽ പോലും പറയാറുള്ളതാണ്, ഒരു ദിവ്യകാരുണ്യ അനുഭവമാണ്. അപ്പോൾ അതായത് ഈ ധർമ്മരാം ഓർക്കസ്ട്ര നടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് ഈ പറഞ്ഞ പോലെ ജോയിച്ചൻ പാടി, നമ്മുടെ ജോയി കാക്കനാട്ടച്ചനാണ് പാടിയത്. പ്രയർ സോങ് കേട്ടോ, നല്ല മനോഹരമായിട്ട് പോയി. രണ്ടാമത്തെ പാട്ട് പിന്നെ ഒരു ഭക്തിഗാനം ആരോ പാടിയ സമയത്ത്, ആരാന്ന് ഓർക്കുന്നില്ല, പെട്ടെന്ന് മൈക്കിൻ്റെ സൗണ്ട് അങ്ങ് ഡിമ്മായിപ്പോയി. കാരണം ഗാനമേളയാകുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ല വോളിയം വേണമല്ലോ. അപ്പം സൗണ്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ടെൻഷനായി. പാട്ട് കണ്ടിന്യൂ ചെയ്തു. പാട്ട് കേൾക്കാവെന്ന് വെച്ചാൽ കേൾക്കാം, അങ്ങനെ ഒരു ആ ഇഫക്റ്റ് ഇല്ല. ഒരു സ്റ്റേഡിയം നിറഞ്ഞ് നിൽക്കുന്ന ഒരു രീതിയിലുള്ള അങ്ങനെയില്ല, പഞ്ചില്ലാതായിപ്പോയി. അപ്പോൾ എല്ലാവരും സൗണ്ടിൻ്റെ ആൾക്കാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അത് നോക്കുന്നു തിരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പം എൻ്റെ പാട്ട് വരുന്നത് പിന്നെ 6ാമത്തെ പാട്ടാണ്, ഞാൻ സോളോ ആയിട്ട് പാടുന്നത്. അപ്പോൾ അടുത്ത പാട്ട് വന്നു. അപ്പോഴും ഇങ്ങനെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അത്യാവശ്യം കേൾക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാധാരണ ഒരു ഇതിൽ പോകുന്നുണ്ട്. താനും സമയം കളയാൻ പറ്റാത്തതുകൊണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. അപ്പം നമുക്കവിടെ 2 ദിവസത്തെ ധർമ്മരാമൻ 2 ദിവസമാണല്ലോ ഗാനമേള. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസമേ പറയുന്നത്. അപ്പം ഞാൻ ഉള്ള ദിവസം അപ്പം എല്ലാവർക്കും വിഷമമായി, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ പാട്ട് നടക്കുന്നുണ്ട്, കേൾക്കാമെന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ ഓഡിറ്റോറിയത്തിനടുത്ത് ഒരു സൈഡിലായിട്ട് ചെറിയൊരു ചാപ്പലുണ്ട്, അവിടെ ഒരു നിത്യാദന ചാപ്പലുണ്ട്. അപ്പം ഞാൻ ഈ പാട്ട് 3ാമത്തെ പാട്ടൊക്കെ എപ്പോഴും സ്വരം ശരിയാകാതെ പെട്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി ചാപ്പലിൽ പോയി അവിടെ മുട്ടുകുത്തി. താഴെയാണ് ദിവ്യകാരുണ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പോയി ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു, ഈശോയെ ഇതൊന്ന് ശരിയാക്കി തരണേ, സൗണ്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ പാട്ടിന് സമയമായി. അപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന MC ആയിട്ടുള്ള ബ്രദർ വിളിച്ചു, ഇങ്ങനെ അടുത്തത് ജോൺ ബ്രദറിൻ്റെ പാട്ടാന്ന് പറഞ്ഞാൽ ഞാൻ കയറി. അപ്പം ഈ ഒരു നോർമൽ വോളിയത്തിലുള്ള മൈക്കാന്ന് വിചാരിച്ച് ഞാൻ ഹലോ എന്നൊരൊറ്റ വെക്കലും ഭയങ്കര സ്വരം വന്നു. അപ്പോൾ അതൊരു എല്ലാവരും ഞെട്ടിപ്പോയി, ഞാനും ഞെട്ടി, എല്ലാവരും ഞെട്ടി. അതെങ്ങനെ സൗണ്ട് വന്നു എന്ന് ആർക്കും പിടുത്തം കിട്ടിയില്ല. അപ്പോൾ അതൊരു വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പെട്ടെന്ന് എല്ലാവരും ഞെട്ടി ചിരിച്ചു എല്ലാവരും. അപ്പം ഞാനും ഇങ്ങനെ ഹലോ എന്ന് വെച്ചപ്പോഴത്തെ ഈ വോളിയം കുറവാന്ന് വിചാരിച്ചാൽ ഹലോ ഒച്ച വെക്കുന്നു. അപ്പം അങ്ങനെ അതൊരു വലിയ അനുഭവമായിട്ട് ഞാനത് ശേഷം അവിടെ ഇങ്ങനെ കമ്മ്യൂണിറ്റി പറഞ്ഞു, അത് വലിയൊരു ദൈവാനുഭവമായിട്ട് അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രാർത്ഥിച്ചപ്പോൾ തന്ന ഒരു അനുഭവമായിട്ട് ഞാനത് കാണാറുണ്ട്. ചെറിയൊരു കാര്യമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഒരു ഗാനത്തിന്റെ വരികൾക്ക് സംഗീതത്തിന് കാരണമായിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും. അതിനുശേഷം ഞാനിങ്ങനെ എനിക്ക് അതോടുകൂടി എനിക്ക് ദിവ്യകാരുണ്യത്തോട് ഇച്ചിരി സ്നേഹം ഒരു കൂടുതലായി. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പതുക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ പോലെ ഞാൻ എഴുതിയ വരികളൊക്കെ ഇങ്ങനെ ട്യൂണോട് കൂടി വന്നതാണ്. ഞാൻ അധികം പാട്ടുകൾ എഴുതിയിട്ടില്ല, കുറച്ച് എഴുതിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു തിരുവോസ്തിയുടെ ഒരു ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ഒരു പാട്ട്, തിരുവോസ്തിയെ തിരുസ്നേഹം എന്ന് തുടങ്ങുന്നൊരു പാട്ട് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്തു.
അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗാനത്തിലേക്ക് പോവാം. അത് കാരണം അത് ഈ ഒരു അനുഭവമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. ഇതിൽ ഡുവറ്റ് ആയിരുന്നു. അപ്പം ഞാനും എലിസബത്ത് രാജു എന്ന് പറഞ്ഞ അവരോട് പാടുന്ന അവർ ഞങ്ങൾ രണ്ടുപേരും പാടിയത്. നമുക്ക് എന്നാ ആ ഒരു ഗാനം ഇപ്പൊ കേൾക്കാം, ജോണച്ചന്റെ ശബ്ദത്തിൽ തന്നെ. തിരുവോസ്തിയായി തിരുസ്നേഹമേ, നീ എൻ്റെ ഉള്ളിൽ നിറയുന്ന നിമിഷം എൻ ഹൃദയം ആനന്ദ നിർവൃതിയിൽ സ്തുതി പാടുന്നു. തിരുവോസ്തിയായി തിരുസ്നേഹമേ, നീ എൻ്റെ ഉള്ളിൽ നിറയുന്ന നിമിഷം എൻ ഹൃദയം ആനന്ദ നിർവൃതിയിൽ സ്തുതി പാടുന്നു. ഓ ദിവ്യകാരുണ്യമേ, ഓ എൻ്റെ ജീവൻ്റെ അച്ചാരമേ, ആത്മീയമാം നിറവേകും നിൻ കാരുണ്യമോർത്തിന്ന് സ്തുതിയോടെ കൊതിയോടെ നിൽക്കുന്നു നിൻ സവിധേ, നിന്നെ കൈക്കൊള്ളുവാൻ. ഓ ദിവ്യകാരുണ്യമേ, ഓ എൻ്റെ ജീവൻ്റെ അച്ചാരമേ, ആത്മീയമാം നിറവേകും നിൻ കാരുണ്യമോർത്തിന്ന് സ്തുതിയോടെ കൊതിയോടെ നിൽക്കുന്നു നിൻ സവിധേ, നിന്നെ കൈക്കൊള്ളുവാൻ. ഓ ദിവ്യകാരുണ്യമേ, ജീവനേകും തിരുഭോജ്യമേ, ആത്മാവിൻ നിറഭോജ്യമേ, അലിവിൻ്റെ നിറരൂപമേ, ആരാധന ആരാധന ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ജീവനേകും തിരുഭോജ്യമേ, ആത്മാവിൻ നിറഭോജ്യമേ, അലിവിൻ്റെ നിറരൂപമേ, ആരാധന ആരാധന ആരാധന.
ഹൃദയത്തിൻ ശ്രീകോവിൽ തുറന്നു തരാം. ഹൃദയത്തിൻ നാഥനായി നീ വരണേ. എൻ്റെ ഹൃദയത്തിൻ ശ്രീകോവിൽ തുറന്നു തരാം. ഹൃദയത്തിൻ നാഥനായി നീ വരണേ. എൻ്റെ യേശുവേ രക്ഷകാ, എൻ്റെ യേശുവേ രക്ഷകാ. എൻ ഹൃദയത്തിൻ നാഥനായി നീ വന്നു വാഴേണമേ. എൻ ഹൃദയത്തിൻ നാഥനായി നീ വന്നു വാഴേണമേ. ഓ ദിവ്യകാരുണ്യമേ, ജീവനേകും തിരുഭോജ്യമേ, ആത്മാവിൻ നിറഭോജ്യമേ, അലിവിൻ്റെ നിറരൂപമേ, ആരാധന ആരാധന ആരാധന. ഇതാണ് മനോഹരമായ ഗാനം. അത് അച്ഛൻ വരികൾ എഴുതി സംഗീതം നൽകി. അച്ഛനും എലിസബത്ത് രാജ്യം കൂടിയാണ് അല്ലേ പാടിയ. അച്ഛൻ നല്ല, അച്ഛൻ്റെ ശബ്ദം നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട്. എനിക്ക് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് സംഗീതം പഠിച്ചിട്ടില്ല, എന്നാലും ഒരു ബ്രേക്ക് കിട്ടുവാണെങ്കിൽ ക്ലാസിക്കൽ അല്ലേ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും. കാരണം അച്ഛന് ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരികളായിരിക്കും ചിലർക്ക് നൽകുക, അല്ലെങ്കിൽ സംഗീതമായിരിക്കും നൽകുക. ചിലപ്പോൾ വരികൾ എഴുതിയിട്ട് പിന്നെ സംഗീതം കൊടുക്കുക, അല്ലെങ്കിൽ മ്യൂസിക്. ചിലപ്പോൾ ചിലരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം മ്യൂസിക് ആയിരിക്കും, അതനുസരിച്ച് വരികൾ എഴുതുക. അച്ഛന് ഓൾറെഡി വരിയും സംഗീതം ഒരുമിച്ച് കിട്ടുന്ന ഒരു സിദ്ധി തമ്പുരാൻ നൽകിയിട്ടുണ്ട്. അഭിഷേകങ്ങൾ ഒത്തിരി ഗാനങ്ങളും. ഇത് മനോഹരമായ നല്ലൊരു ഗാനം. എനിക്ക് തോന്നുന്നു കുർബാന സ്വീകരണങ്ങൾക്ക് നമുക്ക് എവിടെയും പാടാൻ പറ്റുന്ന നല്ല ശബ്ദം. ഈ സമയത്ത് ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥനയിൽ തന്നെ അമ്മച്ചിനെ ഓർക്കണം. എന്നാൽ പോലും ഓർക്കുകയാണ്, വീട്ടിൽ അപ്പച്ചനും അമ്മച്ചി ഇതിൽ അവരാരെങ്കിലും പാടുമായിരുന്നോ? സഹോദരങ്ങളൊക്കെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവരും തന്നെ പാടും. പിന്നെ വല്യമ്മ നന്നായിട്ട് പാടുമായിരുന്നു, അപ്പൻ്റെ അമ്മ, പിന്നെ അമ്മയുടെ അമ്മയും പാടുമായിരുന്നു. പിന്നെ കുടുംബത്തിലെ എല്ലാവരും തന്നെ പാട്ടുകാരാണ്. പള്ളികളിൽ എല്ലാവരും പിന്നെ കൊയറൊക്കെ ചെയ്യുന്നവരാണ്. വലിയൊരു കുടുംബമാണ്. 7 മക്കളെ ആദ്യത്തെ എപ്പിസോഡ് പറഞ്ഞിരുന്ന 7 മക്കളൊക്കെ ഉള്ള കൊച്ചുമക്കളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വലിയ നിങ്ങളുടെ കൂട്ടായ്മകൾ കൂടുമ്പോൾ അല്ലെ, കണ്ടങ്കരി കുടുംബ കൂട്ടായ്മകൾ കൂടുമ്പോൾ മാത്രം മതി, അത്രയ്ക്ക് എണ്ണമായി അല്ലേ. വലിയൊരു കുടുംബമാണ്. സ്വർഗത്തിലായിരിക്കുന്ന അമ്മച്ചിയൊക്കെ ഈ സമയത്ത് പ്രാർത്ഥനയോട് ഓർക്കുകയാണ്. അച്ഛൻ ഒരു ചോദിക്കുന്നത്, അച്ഛൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് മ്യൂസിക് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ? മ്യൂസിക് മിനിസ്ട്രിയിൽ അതായത് ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ പാട്ടുകളിലൂടെയും പിന്നെ മറ്റുള്ള ഏത് പാട്ടാണെങ്കിലും ഇപ്പം ആരാധനയ്ക്കൊക്കെ മറ്റു പാട്ടുകൾ എടുത്ത് പാടാറുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഒരു ദൈവാനുഭവം ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക. അപ്പം പ്രത്യേകിച്ച് ഈ യൂത്ത് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഒരു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെ സന്തോഷം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക. അതാണ്. തിരുപ്പട്ടത്തിന്റെ വർഷം ഏതായിരുന്നു? 2015. ആദ്യം എങ്ങോട്ടായിരുന്നു പട്ടം കഴിഞ്ഞ? ആദ്യം പട്ടം കിട്ടി അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ കക്കിഞ്ചി എന്ന സ്ഥലത്താണ്. അവിടെയാണ് ധ്യാന ശുശ്രൂഷകളൊക്കെ ആയിട്ട്. സെമിനാരിൽ വന്ന മുതലുള്ള അച്ഛനെ വളർച്ചയിൽ സ്വാധീനിച്ചിട്ടുള്ള ആരെങ്കിലും നന്ദിയോടെ ഓർക്കാൻ? എല്ലാ അച്ഛന്മാരെയും, പ്രത്യേകിച്ച് രക്തച്ഛന്മാരെ എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. ഞാൻ കുഞ്ഞിലോട്ട് പാടുമായിരുന്നു. അപ്പം എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച വികാരിച്ചന്മാർ, പിന്നെ ക്ലിയന്ത്രയിലുണ്ടായിരുന്ന SIBS സിസ്റ്റേഴ്സാണ്. അവരെന്നെ എൻ്റെ കഴിവ് കണ്ടെത്തി എന്നെ ഒത്തിരി വളർത്തിയിട്ടുണ്ട്. സെമിനാരി വന്നതിന് ശേഷം ഈ പറഞ്ഞ സമ്മാനം മേടിക്കുമായിരുന്നു. അതിനുശേഷം സെമിനാരി വന്നേ പിന്നെയാണ് എങ്ങനെ പാടണം, സ്പീഡ് പാട്ടിൽ എങ്ങനെ പാടണം, അങ്ങനെ മെലഡി എങ്ങനെ പാടണം എന്നൊക്കെ ഉള്ളൊരു അറിവ് കിട്ടിയത്. പല അച്ഛന്മാരും അതിന് എല്ലാ മൈസൂർ പ്രോവിൻസിലെ എല്ലാ അച്ഛന്മാരെയും ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. കണ്ടക്ട് ചെയ്യാറുണ്ടോ ഈ തിരക്കിനിടയ്ക്ക് വചന ശുശ്രൂഷകൾക്കിടയ്ക്കും പ്രോവിൻസിന്റെ പട്ടം തിരുപ്പട്ടോട് ബന്ധിപ്പിച്ചൊക്കെ? പട്ടത്തിന്റെ കോറ ഞാനാണ് ചെയ്യുന്നത്, നമ്മുടെ പ്രോവിൻസിന്റെ. വേറെ അച്ഛനും സഹോദരൻ കുറച്ച് പേരുണ്ട്. കഴിഞ്ഞ പാട്ടുണ്ടല്ലോ കുർബാന സിംഹത്തിന്റെ പാട്ടുണ്ടല്ലോ, അതിന്റെ ഓർക്കസ്ട്രേഷൻ ആരാണ്?
അത് ദേവേഷ് എന്ന് പറയുന്ന ഒരാളാണ്. തബലയൊക്കെ വരുമ്പോൾ നല്ല രസം. അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനാണ്. നമ്മുടെ ജോയി കാക്കനാട്ടച്ഛൻ്റെയും എൻ്റെ കുറേ പാട്ടുകൾ അവിടെ ഇപ്പോൾ അദ്ദേഹം പാലാരിവട്ടത്ത് എറണാകുളം ബേസ്ഡാണ്. അദ്ദേഹം നല്ലൊരു ഒത്തിരി പാട്ടുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, സിനിമയിലൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോകും. ഈ അടുത്ത കാലഘട്ടത്തിൽ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട്, ഒത്തിരി പാട്ടുകൾ അച്ഛനുണ്ടെന്ന് അറിയുന്നിരുന്നപ്പോൾ അച്ഛന് ഇപ്പോൾ ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഏതാ പെട്ടെന്ന്? ഞാൻ കഴിഞ്ഞ ദുഃഖവെള്ളിയുടെ സമയത്ത് ഇറക്കിയ ഒരു പാട്ടുണ്ട്. അത് ക്രൂശിത എൻ്റെ രക്ഷക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ ഗാനം കേൾക്കാം, എന്നിട്ട് ആ ഗാനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. തീർച്ചയായിട്ടും. ക്രൂശിത എൻ്റെ രക്ഷക നിൻ ക്രൂശിലൊന്ന് ചേർന്നിരുന്നോട്ടെ. ജീവനായവനേ എൻ ജീവനായകനേ, തന്നുടൽ പോലും മണ്ണിൽ സംത്യജിച്ചവനേ, പാപവഴിയിരുളും മർത്യനാശ്രയമായി വിൻപ്രകാശധാര ചൊരിയാൻ വന്നു ഭൂവിൽ നീ. ക്രൂശിതനീശോ ക്രൂശിലെന്നെ നീ ചേർത്തു പിടിക്കണമേ. ക്രൂശിലാശ്വാസം ക്രൂശിലെ ശ്വാസം പകർന്നു കരുതണമേ. ക്രൂശിതനീശോ ക്രൂശിലെന്നെ നീ ചേർത്തു പിടിക്കണമേ. ക്രൂശിലാശ്വാസം ക്രൂശിലെ ശ്വാസം പകർന്നു കരുതണമേ. സങ്കടക്കരയിൽ പുഞ്ചിരി തൂകാൻ എന്നുയർത്തിരി നിന്നുയിർ പകരൂ. ആർദ്രമാനസനാശ്രയമേകും ഏകരക്ഷകനേ, നന്ദിയല്ലാതെന്തു ഞാൻ ഏകുമെന്നാളും. ക്രൂശിതനീശോ ക്രൂശിലെന്നെ നീ ചേർത്തു പിടിക്കണമേ. ക്രൂശിലാശ്വാസം ക്രൂശിലെ ശ്വാസം പകർന്നു കരുതണമേ. ക്രൂശിതനീശോ ക്രൂശിലെന്നെ നീ ചേർത്തു പിടിക്കണമേ. ക്രൂശിലാശ്വാസം ക്രൂശിലെ ശ്വാസം പകർന്നു കരുതണമേ.
ജോണിച്ച വളരെ വളരെ ഫീലായിട്ട് പാടി, നല്ല സുന്ദരമായ ശബ്ദം കേട്ടോ. ഇത് വളരെ മനോഹരം, പറയാതിരിക്കാൻ പറ്റും, നല്ല രസമായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് കേൾക്കാൻ പറ്റുന്ന പാട്ട്. ഈ പാട്ടിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് വരികൾ ആരുടെ? ഇത് വരികൾ എഴുതിയത് ഇതുപോലെ തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട അച്ഛനൊക്കെ അറിയാവുന്ന ഫ്രാങ്ക്ലിൻ പനൂർ എന്ന് പറഞ്ഞ ആളാണ്. ഫ്രാങ്ക്ലിൻ്റെല്ലോ, ഫ്രാങ്ക്ലിൻ സൂപ്പർ, നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ അനുജനാ. അതെ അതെ അതെ, അച്ഛന് പാടിയിട്ടുണ്ട്. അവന് ഞാൻ ഫ്രാങ്ക്ലിനെ നന്ദിയോടെ തന്നെ ഓർക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ആള് സഭയിൽ നിന്ന് ലീവ് ചെയ്തായിരുന്നു, പക്ഷെ നമ്മളോടൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് കൊട്ടകം എന്ന് പറഞ്ഞൊരു ചാനലൊക്കെ ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു സ്പിരിറ്റ് അവൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കിടപ്പുണ്ട്. മനോഹരമായിട്ട് അവൻ ആ തീഷ്ണതത്തിന് ഈശോയുടെ സ്നേഹത്തിൽ തന്നെ ജ്വലിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഫ്രാങ്ക്ലിൻ. താങ്ക് യു കേട്ടോ. അതെ, ഫ്രാങ്ക്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വരികൾ, അദ്ദേഹം എഴുതുന്ന വാക്കുകളെല്ലാം വളരെ ഒരു പുതുമയുണ്ട് കേൾക്കാൻ. ഇങ്ങനെ ചുമ്മാ ഉള്ള വരികളല്ല, ഹൃദയത്തെ തട്ടുന്ന രീതിയിലുള്ള വരികളാണ്. അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ്റെ ഞാനും കൂടെ കുരിശിലെ ആശ്വാസവും ക്രൂശിലെ ശ്വാസവും, ക്രൂശിലെ ശ്വാസം പകർന്നു തരണം, അങ്ങനെയുള്ള പുതുമയുള്ള വാക്കുകൾ എഴുതി ചേർക്കും. അതുപോലെ തന്നെ ജീവനായവനെ ജീവനായകനെ, അങ്ങനെയുള്ള വാക്കുകൾ. ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എനിക്ക് അത് ട്യൂൺ വരെ ചെയ്തേ, ഇതിൻ്റെ മനസ്സിലിങ്ങനെ ചുമ്മാ ഇങ്ങനെ ജീവനായ അങ്ങനെ ട്യൂൺ വന്നപ്പം ഞാനത് ഫ്രാങ്ക്ലിനോടൊന്ന് എഴുതാമെന്ന് ചോദിച്ചു. ആദ്യത്തെ ഒരു 2 ലൈൻ മാത്രം ഞാൻ മൂളി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഫ്രാങ്ക്ലിൻ ഇത് എഴുതുക ചെയ്തത്. എന്നിട്ട് പിന്നെ ഞാൻ ബാക്കി ട്യൂൺ കണ്ടിന്യൂ ചെയ്ത്, അങ്ങനെയാണ് ഈ പാട്ട് കിട്ടിയത്. അച്ഛാ ഒത്തിരി സന്തോഷമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് തന്നെ ജോണച്ചൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് അച്ഛനെ വളരെ തിരക്കുകളിലൂടെ പോകുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ നമുക്കൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, നല്ല നീണ്ട യാത്ര എന്നൊക്കെ അറിയാം. അത് പലപ്പോഴും മെന്നിങ് കാസക്കിൻ്റെ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോഴും കൂട്ടായ്മകൾ വരുമ്പോഴും നമ്മുടെ ഒരുമിച്ചുള്ള കഴിഞ്ഞ വർഷത്തെ ഗാദറിംഗ് ഒക്കെ ആയിട്ട് വരുമ്പോഴും ഏറ്റവും അകലെ എന്നൊക്കെ ശരിക്കും ഞങ്ങൾ അച്ഛൻ്റെ വരവിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്നതാണ്. അത് കാരണം വന്നു കഴിയുമ്പോഴും അച്ഛൻ്റെ ഡീലിങ്സ് എല്ലാവരും സ്നേഹത്തോട് പരിഗണിക്കുന്ന, എനിക്ക് തോന്നുന്ന സ്നേഹമുള്ള കരുതലുള്ള ഒരു പ്രിയപ്പെട്ട ജോണ്. ഭയങ്കര സന്തോഷം. നമുക്ക് ഈ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുമ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചാവറപ്പിതാവിൻ്റെ മക്കളാണല്ലോ. ഞാനൊരു ചാവറപ്പിതാവിൻ്റെ ഒരു ഗാനം പാടി ഇങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാൻ തരുന്നത്. കാർമലിൻ താരകമേ വിശുദ്ധ ചാവറയേ, വിശ്വാസത്തെ തെളിച്ച ധീരസാരഥി. കാർമലിൻ താരകമേ വിശുദ്ധ ചാവറയേ, വിശ്വാസത്തെ തെളിച്ച ധീരസാരഥി. മാനാനം കുന്നിൽ നിന്നും മാലോകർ കേട്ടൊരു നാദം, സ്നേഹത്തിൻ സുന്ദരഗാനം, പുണ്യത്തിൻ മർമര ശബ്ദം, സ്നേഹത്തിൻ സുന്ദരഗാനം, പുണ്യത്തിൻ മർമര ശബ്ദം. പ്രാർത്ഥിച്ചിടണമേ ചാവറധന്യാത്മാ, ഞങ്ങൾക്കായെന്നും മാധ്യസ്ഥ്യമേകണമേ. പ്രാർത്ഥിച്ചിടണമേ ചാവറധന്യാത്മാ, ഞങ്ങൾക്കായെന്നും മാധ്യസ്ഥ്യമേകണമേ. ഈശോതൻ ചാരേ സ്നേഹത്തിൽ പാർക്കാൻ, ഈശോതൻ അരികെ എപ്പോഴും ഇരിക്കാൻ, ഈശോതൻ
ഈശോതൻ അരികെ എപ്പോഴും ഇരിക്കാൻ, ഈശോയോടൊപ്പം എന്നും നടക്കാൻ, മാർഗം കാട്ടിയ താതാ വിശുദ്ധ ചാവറയേ. ഈശോയോടൊപ്പം എന്നും നടക്കാൻ, മാർഗം കാട്ടിയ താതാ വിശുദ്ധ ചാവറയേ. പ്രാർത്ഥിച്ചിടണമേ ചാവറ പുണ്യാത്മാ, ഞങ്ങൾക്കായെന്നും മാധ്യസ്ഥ്യമേകണമേ. പ്രാർത്ഥിച്ചിടണമേ ചാവറ പുണ്യാത്മാ, ഞങ്ങൾക്കായെന്നും മാധ്യസ്ഥ്യമേകണമേ. വിപിനിച്ച നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ പാട്ടുകളുടെ പോലെ തന്നെ ഇതും വളരെ മനോഹരമായിരിക്കുന്നു. ഇതും നല്ലൊരു ചാവറപ്പിതാന്റെ ഗാനം അല്ലേ? നല്ല പാട്ട്, ചാവറച്ചൻ്റെ എല്ലാവർക്കും പാടാൻ പറ്റുന്ന. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ചാവറച്ചൻ്റെ ഇങ്ങനെ ഏറ്റുപാടാൻ പറ്റുന്ന പാട്ടുകൾ കുറവാണ്. നല്ലൊരു ഫീലുള്ള പാട്ട്. പ്രിയപ്പെട്ട ജോണച്ച, ഒത്തിരി സന്തോഷം വെച്ചാൽ, വളരെ ഭയങ്കര സന്തോഷം. ഒരു പ്രിയ സുഹൃത്തിനെ ഒപ്പം ഇരുന്ന് ഇങ്ങനെ ഒരു നല്ല രസമുള്ള ചാറ്റിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് വളരെ കംഫർട്ടായിരുന്നു എനിക്ക് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാനും. നല്ല കുറേ ഗാനങ്ങളും അതുപോലെ തന്നെ എല്ലാം അച്ഛൻ എഴുതിയ വരികൾ നൽകി, സംഗീതം നൽകി, വളരെ സ്നേഹത്തോടു കൂടെ. പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു ഡീലിങ്സ് ദൈവജനത്തോടായിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ, പ്രത്യേകിച്ച് വചന ശുശ്രൂഷകളോടൊക്കെ ചെയ്യുന്ന കാര്യം ശരിക്കും കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മാതൃകപരമാണ്. അച്ഛൻ്റെ ഒരു ജീവിതം തന്നെ വളരെ ശാന്തമായ ഒരു ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട ഒരു അച്ഛനാണ് ജോൺ കണ്ടങ്കേരി അച്ഛൻ. CMI സഭയുടെ എനിക്ക് തോന്നുന്നത് മൈസൂർ പ്രൊവിൻസിൻ്റെ വളരെ സ്നേഹമുള്ള ഒരു അഭിമാനത്തോടെ കാണുന്നൊരു അച്ഛനാണ്. അപ്പോൾ ഈ എപ്പിസോഡുകളൊക്കെ, കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ, അച്ഛനുമായിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരിക്കൽ കൂടി അച്ഛാ വളരെ സ്നേഹത്തോടെ ശാലം ടിവിയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഈ എപ്പിസോഡ് പ്രിയമുള്ളവരെ ഇവിടെ തീരുകയാണ്. വരുന്ന എപ്പിസോഡ് നമുക്ക് കൂടുതൽ വിശേഷങ്ങളും ഗാനങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നന്ദി. തിരുവോസ്തിയായി തിരുസ്നേഹമേ, നീ എൻ്റെ ഉള്ളിൽ നിറയുന്ന നിമിഷം എൻ ഹൃദയം ആനന്ദ നിർവൃതിയിൽ സ്തുതി പാടുന്നു. തിരുവോസ്തിയായി തിരുസ്നേഹമേ,